ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും പ്രധാനമന്ത്രിയുടെ മാതാവിനെയും അവഹേളിച്ച സംഭവത്തിൽ അസമിലെ ഗുവാഹത്തി സ്വദേശി ജാൻമണി ദാസ് അറസ്റ്റിൽ. ട്രാൻസ്ജെൻഡർ ആയ ജാൻമണി ദാസ് ആക്ടിവിസ്റ്റും മേക്കപ്പ് ആർട്ടിസ്റ്റുമാണ്. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. കോഴിക്കോട് സൈബർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ ജാൻമണി പ്രധാനമന്ത്രിക്കെതിരെയും അമ്മയ്ക്കെതിരെയും പറഞ്ഞ ഗുരുതരമായ അസഭ്യവർഷം ഒരിക്കൽ കൂടി നമുക്ക് ആവർത്തിക്കാൻ കഴിയാത്ത തരത്തിലുള്ള അസഭ്യ പ്രസ്താവന നടത്തിയ ജാൻമണിയെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസ് ഒരു നടപടിയും എടുത്തിരുന്നില്ല. ആഴ്ചകൾ കഴിഞ്ഞിട്ടും അറസ്റ്റ് ചെയ്യാത്തതിനാൽ കാര്യങ്ങൾ ഗുരുതരമാകും എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഒടുവിൽ അറസ്റ്റ് ചെയ്തത്. ജാൻമണിക്കെതിരെ മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് കോഴിക്കോട് സൈബർ പോലീസിലും കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കുമാണ് പരാതി നൽകിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടികളും ഉണ്ടായില്ല. ഈ കേസിലാണ് ഇപ്പോൾ സമ്മർദ്ദം ശക്തമായതിന്റെ പേരിൽ മാത്രം പോലീസ് ഇപ്പോൾ ജാൻമണിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സൈബർ പോലീസ് സ്റ്റേഷനിലാണ് ജാൻമണിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിന്റെ മരിച്ചുപോയ ജീവിച്ചിരിപ്പില്ലാത്ത മാതാവിനെയും അത്യന്തം അവഹേളിക്കുന്ന അപമാനിക്കുന്ന രീതിയിലായിരുന്നു ജാൻമണി അന്ന് സോഷ്യൽ മീഡിയയിൽ നടത്തിയ പ്രസ്താവന. അതിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ വിമർശനമാണ് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയായിരുന്നു ജാൻമണിക്കെതിരെ പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം കൂടിയായിരുന്നു അന്ന് പോലീസ് ജാൻമണിക്കെതിരെ എഫ്ഐആർ ഇട്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജാൻമണി നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. കോഴിക്കോട് സൈബർ പോലീസ് സ്റ്റേഷനിലാണ് നിലവിൽ ജാൻമണിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രിക്കെതിരെ അദ്ദേഹത്തിന്റെ മരിച്ചുപോയ അമ്മയ്ക്കെതിരെ വരെ അത്രത്തോളം ഹീനമായ പ്രസ്താവന നടത്തിയ ജാൻമണിയെ അറസ്റ്റ് ചെയ്യാൻ ഒരു നടപടിയും പോലീസ് സ്വീകരിച്ചിരുന്നില്ല. ഇപ്പോൾ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ജാൻമണിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. ജാൻമണി നിരന്തരം ഇത്തരത്തിൽ പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ തവണ നടത്തിയ പരാമർശം അതൊരു ഘട്ടത്തിൽ പോലും ജനങ്ങൾക്ക് അംഗീകരിക്കാനോ അത് കേട്ടു നിൽക്കാനോ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് നടത്തിയിരുന്നത്. ഈ കേസിലാണ് മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് പരാതി കൊടുത്തിരുന്നത്. ബിജെപിയുടെ നേതൃത്വത്തിൽ ജാൻമണിക്കെതിരെ വിവിധ സ്റ്റേഷനുകളിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പ്രധാനമന്ത്രിയെയും അമ്മയെയും വളരെ മോശമായ രീതിയിൽ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച ശേഷം ജാൻമണി മാപ്പ് അപേക്ഷയുമായി വന്നിരുന്നു.